നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോഡിജിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സായ ഗൗതം അദാനിയും മുകേഷ് അംബാനിയെ സംബന്ധിച്ച് നല്ല ഒരു ന്യൂസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ശരിക്കും സന്തോഷിക്കേണ്ട, ആഘോഷിക്കേണ്ട ഒരു ന്യൂസ് ആണിത്. ഏകദേശം 100 ബില്യന് മുകളിൽ, അതായത് 8.3 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുമായിട്ട് സമ്പന്നനായിട്ട് നമ്മുടെ ഗൗതം അദാനി മാറിയിരിക്കുകയാണ്. പലപ്പോഴും ഈ സമ്പന്നതയുടെ മത്സരത്തിൽ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന ആരോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മുകേഷ് അംബാനിയോടാണ്. മുകേഷ് അംബാനി 110 ബില്യൺ ആസ്തിയുമായിട്ട് ശക്തമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇങ്ങനെ അദാനിയുടെ അംബാനിയുടെ ഒക്കെ ഈ ആസ്തിയിൽ ഉണ്ടായ വൻ വർധനമുണ്ടല്ലോ, അതിന് പിന്നിൽ പ്രധാനമായും ഒരു കാര്യമുണ്ട്. അതാണ് കുത്തകവൽക്കരണം എന്ന് പറയുന്നത്. ഓക്സ്ഫാം റിപ്പോർട്ട് പ്രകാരം കോവിഡ് മഹാമാരി സമയത്ത് ഇന്ത്യയിലെ സാധാരണക്കാർ തൊഴിലില്ലായ്മയും ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ ഇന്ത്യയിലെ ശതകോടീശന്മാരുടെ എണ്ണം 102-ൽ നിന്ന് 142 വർദ്ധിച്ചു. ഈ കാലയളവിൽ അദാനിയുടെ ആസ്തി ദിവസേന ആയിരക്കണക്കിന് കോടികൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. തുറമുഖങ്ങള്, വിമാനത്താവളങ്ങള്, കൽക്കരി ഖനനം, ഹരിത ഊർജ്ജം എന്നീ മേഖലകളിൽ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ സ്വാധീനം പൂർണ്ണമായി ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിന്റെ നയങ്ങളൊക്കെ ഈ വളർച്ചയെ സഹായിച്ചു എന്ന് ആരോപണമൊക്കെ ശക്തമായിട്ടുണ്ട്. അത് ഈ പ്രതിപക്ഷം പറഞ്ഞുണ്ടാക്കുന്നതാണ്. ചുമ്മാ ഒന്നുമല്ല അദാനിക്ക് സ്ഥലങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, പാട്ടത്തിനാണ്. 1 രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് 1 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. പെട്രോ കെമിക്കൽസിൽ നിന്ന് മാറി ഡാറ്റയും റീറ്റെയിൽ മേഖലകളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു അംബാനിയുടെ വളർച്ച അംബാനി നടത്തിയത്. അവിടെയുണ്ട് അകമഴിഞ്ഞൊരു സഹായം എന്നാണ് കുബുത്തികൾ പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ ഈ സാമ്പത്തിക വിദഗ്ധർക്കൊക്കെ ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കുശുമ്പാണ്. അവർ പറയുന്നത് അദാനി ഗ്രൂപ്പിന്റെ വളർച്ച വലിയ തോതിലുള്ള ബാങ്ക് വായ്പകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ്. ഇങ്ങനെ മുതലാളിമാരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന പണം വെച്ച് അവര് വളരുന്നത് കണ്ടിട്ട് നമ്മുടെ രാജ്യം വളരുവാണെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ഒരു പഴയ വീഡിയോ ഉണ്ട്, ഞാൻ വീഡിയോ ഇവിടെ കാണിക്കാം. അതിനുള്ള കാര്യങ്ങൾ അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Mr. Mukesh Ambani's net worth increased by 350% between 2016 to 2020 and rose to 7.18 trillion rupees, while Gautam Adani, the other one, a great favorite of Mr. Narendra Modi, his net worth increased by 750%. And Adani in the international ranking, when Modi came to power, Mr. Adani was 609 number in the world. In 2022, he became number 2. Can you believe it? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ലോക സമ്പന്നരുടെ പട്ടികയിൽ 609 സ്ഥാനത്തായിരുന്നു ഗൗതം അദാനി. 2022 അദ്ദേഹം എത്തിയത് 2ാം സ്ഥാനത്താണ്. കേവലം 8 വർഷം കൊണ്ട് ഒരാൾക്ക് ഇത്രയും വലിയ വളർച്ച നേടാൻ കഴിഞ്ഞത് കഠിനാധ്വാനം കൊണ്ടാണോ അതോ ഭരണകൂടത്തിന്റെ തണലിലാണോ എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലുള്ള, അതായത് സമ്പന്നരെന്ന് വിളിക്കപ്പെടുന്ന ഒരു 1% ആൾക്കാരാണ്. ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ 40% അവരുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ഒരു 5% ഉണ്ട്. ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ 62% അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനിയും ഏറ്റവും താഴെയുള്ള 50% ഉണ്ട്, അതായത് നമ്മളെ പോലെയുള്ളവർ. ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ വെറും 3% മാത്രമാണ് നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് മിസ്റ്റർ മുകേഷ് അംബാനിയുടെ ആസ്തി 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 350% വർദ്ധിച്ച് 7.1 ട്രില്യൺ രൂപയായി ഉയർന്നു എന്നാണ്. അത് ഒരു മുതലാളി. ഇനി ഗൗതം അദാനി എന്ന അടുത്തയാളാകട്ടെ, അദ്ദേഹത്തിന്റെ ആസ്തിയിൽ 750% വർധനമാണ് ഉണ്ടായത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണക്കാരന്റെ നികുതി പണത്തിൽ പടുത്തുയർത്തിയ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും റെയിൽവേയും ഒക്കെ ഇപ്പോ ഈ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാരണം സാധാരണക്കാരൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ചിലരുടെ ആസ്തി മാത്രം 750% വീതമാണ് വർദ്ധിക്കുന്നത്. 2023 ജനുവരിയിൽ US ആസ്ഥാനമായ ഹിൻഡൻബർഗ് റിസർച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ കൃത്രിമം കാണിക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. അതിനെ തുടർന്ന് അദാനിയുടെ ആസ്തിയിൽ ഏകദേശം $60 ബില്യൺ, അതായത് 5 ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടായി. എന്നാൽ 2024-25 ആയോടെ അദ്ദേഹം ഈ നഷ്ടം നികത്തി തിരിച്ചു വന്നു. 2026 കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഒരു കെ ഷേപ്ഡ് വളർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് അദാനി, അംബാനി പോലെയുള്ള കോർപ്പറേറ്റുകൾ കെയുടെ മുകളിലേക്കുള്ള വര പോലെ കുതിച്ചുയരുന്നു. അതേസമയം സാധാരണക്കാരും ചെറുകിട വ്യാപാരികളും കെയുടെ താഴേക്കുള്ള വര പോലെ സാമ്പത്തികമായി തകർന്നെടിയുന്നു. 2025-26 കാലയളവിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളും ഖനികളും കൂടുതൽ വേഗത്തിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. ഇതിന്റെ വലിയൊരു പങ്കും ഈ 2 ഗ്രൂപ്പുകളിലേക്കാണ് എത്തിയത്. ഇവിടെയാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയാൻ സാധിക്കും. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ബാങ്കുകളുടെ കിട്ടാക്കടത്തിൽ വലിയൊരു ഭാഗം ഇപ്പോഴും വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിൽ തന്നെയാണ്. പക്ഷേ സാധാരണക്കാരന്റെ ചെറിയ വായ്പകൾക്ക് മേൽ കർശനമായ നടപടികളാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. ഹിൻഡൻബർഗ് വന്നു, വിവാദങ്ങൾ വന്നു. പക്ഷേ നമ്മുടെ ഭരണകൂടം ഈ കോർപ്പറേറ്റുകളെ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നതിന് തെളിവാണ് ഇന്നത്തെ കണക്കുകൾ. രാജ്യത്തെ 70 കോടി ജനങ്ങൾ ഇന്നും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഭരണകൂടത്തിന്റെ തണലിൽ ഈ 2 പേർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരായി മാറുകയാണ്. ഇതിനെയാണ് നമ്മൾ വികസനം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. ഇനി ഇതിനൊക്കെ എതിരെ ശബ്ദിക്കുന്നവരെ രാജ്യദ്രോഹിയൊക്കെ ആയിട്ട് മുദ്ര കുത്തും. രാജ്യസ്നേഹം എന്നത് ഭരണകൂടം കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളെ ന്യായീകരിക്കുന്ന ഒന്നുമല്ല, മറിച്ച് ജനങ്ങളുടെ പണം ആരുടെ പോക്കറ്റിലേക്കാണ് ഒഴുകുന്നതെന്ന് ചോദിക്കാനുള്ള ആർജവവും കൂടി ഉണ്ടായിരിക്കണം.